അസ്സലാമു അലൈക്കും. കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ വെണ്ണീറാകും കൽബും കൊണ്ട് വന്നീ ഞാനീരാവിൽ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്തായാലും അപ്പനും മക്കളും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മാപ്പിളപ്പാട്ടുകളാണ് കേട്ടോ പാടാൻ പോകുന്നത്. കാരണം ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ അല്ലേ. കാരണം ചില പാട്ടുകൾ അങ്ങനത്തെ വരികളാണ് നമ്മൾ അതിൽ എഴുതി ചിട്ടപ്പെടുത്തിയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് പഴയ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിലത്തെ വരികൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന വരികളാവും. അപ്പോൾ അത്തരത്തിലുള്ള വരികളാണ് ഈ ഒരു പാട്ടിലേക്ക് ഓരോന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ പാട്ടൊന്ന് കേട്ട് നോക്കിയിട്ട് അഭിപ്രായം എന്ന് പറയണം. ഓക്കെ. കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ വെണ്ണീറാകും കൽബും കൊണ്ട് വന്നീ ഞാനീരാവിൽ. കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ വെണ്ണീറാകും കൽബും കൊണ്ട് വന്നീ ഞാനീരാവിൽ. എങ്ങു പോയി സുബ്ഹാനെ നീ ഇടനെഞ്ച് പൊട്ടി പാടി ഞാൻ. എങ്ങു പോയി സുബ്ഹാനെ നീ ഇടനെഞ്ച് പൊട്ടി പാടി ഞാൻ. കണ്ണു മൂടി പോകയായി ഇരുളിലൊരു ചെറുതിരിയിലുണരും അമ്പിളി കതിരാണു ഞാൻ. അമ്പിളി കതിരാകണേ. കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ വെണ്ണീറാകും കൊണ്ട് വന്നീ ഞാനീരാവിൽ. അപ്പോൾ ഇതുപോലത്തെ വരികളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അല്ലേ. കാരണം നിങ്ങൾക്കുണ്ടോ ഇതുപോലെ ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കുന്ന ആൾ, ഇങ്ങനത്തെ വരികളൊക്കെ കേട്ട് മനസ്സിൽ ഉൾക്കൊണ്ട് കേൾക്കുമ്പോൾ അതിന് വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പഴയ മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ നല്ല പാട്ടുകളായിരിക്കാം. പക്ഷേ അതിൻ്റെ വരികൾ ചിലപ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ തുളച്ച് കയറുന്ന വരികളായിരിക്കാം അല്ലേ, കേട്ടിട്ടില്ലേ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള പാട്ടുകളാണ് ഇതുപോലുള്ള ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് പാട്ടുകൾ എന്തായാലും കേട്ട് നോക്കാം. ഓരോരോ വിയർപ്പിലെൻ്റായുസെണ്ണം കുറയും, ഓർക്കുമ്പോൾ മനധാരിൽ ഭയം വന്ന് നിറയും. ഓരോരോ വിയർപ്പിലെൻ്റായുസെണ്ണം കുറയും, ഓർക്കുമ്പോൾ മനധാരിൽ ഭയം വന്ന് നിറയും. മഹിഷറ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും, മന്നാനെ സുവർഗത്തിലൊരിടം കനിയു. ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക്, ഇടറാതെ കൽബിൽ ഈമാനോട്ടി എന്നെ നടത്തിക്ക്. ഇലാഹിലാഹി നീ എല്ലാത്തിനും രക്ഷ, എന്തിനാണീ അഗ്നി പരീക്ഷ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ. അപ്പോൾ ഈ പാട്ടിൻ്റെ വരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് നിങ്ങൾ അല്ലേ. എത്ര സങ്കടകരമായ വരികളാണ് ഇതിലൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനങ്ങളൊക്കെ ഇതുപോലുള്ള വരികളിലാണ് അല്ലേ. ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം അവസാനം ഇങ്ങനെയൊക്കെയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകില്ലേ. കാരണം അത്തരത്തിലുള്ള വരികളാണ് ഈ മാപ്പിളപ്പാട്ടിൻ്റെ തനതായ ആളുകൾ എഴുതി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. കാരണം അത്ര അടിപൊളി മാപ്പിളപ്പാട്ടുകളായിരിക്കാം, പക്ഷെ അതിൻ്റെ വരി എന്ന് പറയുമ്പോൾ
അത്രയും എന്തെന്നാ പറയുക, മനസ്സിൽ ഉൾക്കൊള്ളുന്ന വരികളും മനസ്സിൽ ഉള്ളിൽ തുളച്ചു കയറുന്ന വരികളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നല്ല നല്ല മാപ്പിളപ്പാട്ടുകളായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ മാപ്പിളപ്പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അപ്പനും മക്കളും എന്നുള്ള പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.